അപ്പോൾ വരങ്ങളെ കുറിച്ചുള്ള അറിവ്, വരങ്ങൾ വാസ്തവത്തിൽ എന്താണ്, നമ്മൾ ചെടികൾക്കും മരങ്ങൾക്കുമെല്ലാം വെള്ളവും വളവും എല്ലാം നൽകുന്നത് പോലെ വളരെ ഫലദായകമായ നിലയിൽ നമ്മൾ വൃക്ഷങ്ങളിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവം തൻ്റെ സഭയിൽ നിന്ന് എന്താണ് ഫലം ആഗ്രഹിക്കുന്നു, ആത്മീയ ഫലം ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മരങ്ങൾക്കും ചെടികൾക്കും അല്ലെങ്കിൽ നമ്മുടെ കൃഷികൾക്ക് നമ്മൾ വളവും വെള്ളവും നൽകുന്നത് പോലെയാണ് ദൈവം തൻ്റെ സഭയ്ക്ക് ആത്മീക വരങ്ങളെ നൽകിയിരിക്കുന്നത്. അതിനെപ്പറ്റി അറിവില്ലാതിരിക്കരുത്. ആത്മീക വരങ്ങൾ നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാകണമെന്ന് പറയുമ്പോൾ അതിനകത്തെ വ്യത്യസ്തതകളെ പറ്റി അറിവുള്ളവരാകണമെന്നാണ്. അപ്പൊ അതിനെ പൗലോസ് അപ്പോസ്തലൻ ഉപമിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ്, ശരീരത്തിലെ വിവിധ അവയവങ്ങളെയാണ്. നമ്മളിവിടെ വായിച്ചല്ലോ, ശരീരം ഒരു അവയവമല്ല പലതത്രേ. 14-15 വാക്യങ്ങളാണ്. ഞാൻ കൈ അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. അപ്പോൾ കൈകളും കാലുകളുമുണ്ട്. കൈകൾക്കും കാലുകൾക്കും തമ്മിൽ മത്സരിക്കാൻ പറ്റത്തില്ല. ഒന്ന് മറ്റൊന്നിന് പകരമാകുകയുമില്ല. വ്യത്യസ്തതയുണ്ട്. കൈകൾക്കും കാലുകൾക്കും അതതിൻ്റെ വ്യത്യസ്തതകളുമുണ്ട്, അതതിൻ്റെ ധർമ്മങ്ങളുമുണ്ട്. ഇതുപോലെ തന്നെയാണ് സഭയ്ക്കകത്തെ ഓരോ ദൈവമക്കളും. ഓരോരുത്തർക്കും അവരുടേതായ വ്യത്യസ്തതകളുണ്ട്, ധർമ്മങ്ങളുണ്ട്. ദൈവം കൃപാവരങ്ങളെ പങ്കിട്ടിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ വായിച്ചത്? 1 അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എന്നിട്ട് ചോദിക്കുന്നു, എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുണ്ടോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? അപ്പൊ എല്ലാവർക്കും എല്ലാം നൽകിയിട്ടില്ല, എന്നാൽ എല്ലാം എല്ലാവർക്കുമായി നൽകിയിട്ടുണ്ട്. എല്ലാം എല്ലാവരിലും നൽകിയിട്ടുണ്ട്. എല്ലാം ഒരാൾക്കായിട്ട് അല്ല നൽകിയത്. അപ്പോൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ ശരീരം ഒന്നായിരിക്കുമ്പോൾ തന്നെ ഈ ശരീരത്തെ വിജയകരമായി പ്രവർത്തിപ്പിക്കുന്നത് ശരീരത്തിലെ വ്യത്യസ്തമായ അവയവങ്ങളാണ്. ഒരു അവയവം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു അവയവത്തിന് ബലഹീനത സംഭവിച്ചാൽ, കേടുപാട് സംഭവിച്ചാൽ അത് അംഗവൈകല്യമുള്ള ശരീരമായി മാറും. ഇപ്പൊ ഒരു കണ്ണിന് കാഴ്ച കുറവാണ്, പക്ഷെ ശരീരം മുമ്പോട്ട് പോകും, ഇച്ചിരി പ്രയാസത്തോടു കൂടെയാണ്. ചെവി കേൾക്കത്തില്ല, പ്രയാസത്തോടു കൂടെയാണെങ്കിൽ ശരീരം മുൻപോട്ട് പോകും. ഒരു കാല് അനക്കാൻ വയ്യ, പക്ഷെ ഇഴഞ്ഞിട്ടാണെങ്കിലും ശരീരം മുൻപോട്ട് പോകും. കൈകൾക്ക് വേദനയുണ്ട്, ഒരുപക്ഷെ കൈകൾ അനക്കാൻ വയ്യ, ബുദ്ധിമുട്ടോടു കൂടിയാണെങ്കിൽ ശരീരം മുൻപോട്ട് പോകും. ഇങ്ങനെയാണ് ഒരുപക്ഷെ ഇന്നത്തെ സഭ മുൻപോട്ട് പോകുന്നത്. പല അവയവങ്ങൾക്കും കേടാണ്, പല അവയവങ്ങൾക്കും പ്രശ്നമുണ്ട്. ഉന്തിയും തള്ളിയും ഞെങ്ങിയും ഞെരങ്ങിയും ഒക്കെ മുമ്പോട്ട് പോകുന്ന അവസ്ഥയാണ്. കൊരിന്ത്യ സഭയുടെ ഒരു നല്ല വശം എന്ന് പറയുന്നത്, എല്ലാ കൃപാവരങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു കൊരിന്ത്യ സഭ. എല്ലാ കൃപാവരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കൃപാവരങ്ങൾക്കനുസൃതമായി അവർക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതാണ് അപ്പോസ്തലന്റെ ശാസനയ്ക്ക് കാരണം. 1 അധ്യായം മുതൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കൊച്ചുകുട്ടികളെ പോലെയാണ്. നിങ്ങൾക്കിടയിൽ പിണക്കമുണ്ട്, ഈർഷ്യയുണ്ട്, കലക്കമുണ്ട്. അപ്പൊ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ചന്തയിലിരുന്ന് ബഹളം കൂട്ടുന്ന കുട്ടികളെ പോലെ ആകരുത്. എല്ലാ കൃപാവരങ്ങളാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷെ ആ പക്വത നിങ്ങൾക്ക് വരണം. ഇന്നും പാൽ കുടിക്കുന്ന പരുവത്തിൽ മുമ്പോട്ട് പോവുകയാണ്. അപ്പോ ക്വാളിറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ പ്രതീക്ഷിക്കുന്നത്. വാസ്തവത്തിൽ 12 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശരീരത്തെ കുറിച്ചുള്ള അറിവ് പ്രാപിക്കാൻ അപ്പോസ്തലൻ അവരെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ശരീരത്തെ പറ്റിയുള്ള അറിവ്. ഒരു കുഞ്ഞ് വളർന്ന് ഒരു അഡൾട്ട് ആകുമ്പോൾ അവൾ തൻ്റെ ശരീരത്തെ പറ്റി ബോധവാനും ബോധവതിയുമാകുകയാണ്. സ്വന്തം ശരീരത്തെ പറ്റി അവർ അറിയുകയാണ് ഒരു പക്വത എത്തിക്കഴിയുമ്പോൾ. എന്ന് പറയുന്നത് പോലെ ഒരു സഭയിലെ വിശ്വാസി,
ക്രിസ്തുവിൽ അവൻ ജനിച്ചു, വളർന്നു, മെച്ചുറായി കഴിയുമ്പോൾ, പക്വത എത്തിക്കഴിയുമ്പോൾ അവർ ആയിരിക്കുന്ന സഭ എന്ന ശരീരത്തെ പറ്റി അറിവുള്ളവരാകണം, ബോധവാന്മാരാകണം. ഇപ്പൊ കൃപാവരങ്ങളെ പറ്റി അറിയുക എന്ന് പറയുന്നതിലൂടെ സഭ എന്ന ശരീരത്തെ അറിയാനാണ് അപ്പോസ്തലൻ ബുദ്ധി ഉപദേശിക്കുന്നത്. ഒരു മെച്ചുറായിട്ടുള്ള ഒരാള് തന്റെ ശരീരത്തെ അറിയുന്നത് പോലെ പക്വതയുള്ള ഒരു വിശ്വാസി താനായിരിക്കുന്ന സഭയെ, അല്ലെങ്കിൽ താൻ ഉൾപ്പെടുന്ന സഭയെ അറിയണം. 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് യൂണിറ്റിയെ പറ്റിയാണ്, ഏകത്വത്തെ പറ്റിയാണ്. നമ്മൾ ഏകമായി തുടരണം, നമ്മൾ യൂണിറ്റിയിൽ ഒത്തൊരുമയോടെ പോകണം എന്ന സന്ദേശമാണ് 13 വരെയുള്ള വാക്കുകളിൽ ഊന്നി പറയുന്നത്. വായിക്കാമോ? 4-ാമത്തെ വാക്യം. എന്നാൽ ഓരോരുത്തന് ആ 12-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 12-ാമത്തെ വാക്യം. യെസ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരീരം ഒരു അവയവമല്ല, പലതത്രേ, എന്നാൽ നമ്മൾ ഏക ശരീരത്തിന്റെ ഭാഗമാണ്. ആവർത്തിച്ച് 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ സഭയെ അപ്പോസ്തലൻ ഉപദേശിക്കുന്നത് നമ്മൾ ഒന്നാണ് എന്നാണ്. നമ്മൾ ഒന്നാണ്, നമ്മൾ ക്രിസ്തുവിൽ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ ഏകമാണ്, അല്ലെങ്കിൽ നമുക്ക് ഏകത്വത്തിൽ നമ്മൾ തുടരേണ്ടവരാണെന്നുള്ള തിരിച്ചറിവ് നൽകിയിട്ട് 14 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഡൈവേഴ്സിറ്റിയാണ്. ആദ്യത്തെ ഭാഗം യൂണിറ്റി ആണെങ്കിൽ 2-ാം ഭാഗം ഡൈവേഴ്സിറ്റിയാണ്. നമ്മുടെ നാനാത്വത്തെ പറ്റിയാണ് 2-ാം ഭാഗത്തിൽ അപ്പോസ്തലൻ നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത്. 14 മുതൽ താഴേക്ക് ഒന്ന് വായിക്കാം. യെസ്. ഒരു മിനിറ്റ്. അതുവരെയും അപ്പോസ്തലൻ സ്ഥാപിച്ച് ഊന്നി പറഞ്ഞത് നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരു ശരീരമാണ്, നമുക്ക് ഒരു കർത്താവാണ്, നമുക്ക് ഒരു സ്നാനമാണ്, നമുക്ക് ഒരു വിശ്വാസമാണ്, നമുക്ക് ഒരു ആത്മാവാണ്. അപ്പൊ നമ്മളെല്ലാം ഒന്നായിരിക്കുന്നു. അപ്പോൾ തന്നെ ഒന്നായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും മറുവശത്ത് നമുക്കൊരു ഡൈവേഴ്സിറ്റി ഉണ്ട്, നമ്മിലൊരു നാനാത്വമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു തരികയാണ് 14 മുതൽ. ഞാൻ കൈ അല്ലായ്ക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നാണ് എന്ന് 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചിന്തിക്കും, എന്നാ പിന്നെ കണ്ണു മാത്രമായി ഞാൻ നമ്മളെല്ലാം ഒരുപോലെ ഇരിക്കാത്തത് എന്തേ എന്ന് ചോദിക്കും. അവനെന്താ എന്നെ പോലെ ആകാത്തെ, അല്ലെങ്കിൽ ഞാൻ എന്താ അവനെ പോലെ ആകാത്തെ എന്ന ചോദ്യം സ്വാഭാവികമാണ്. അവനെന്തുകൊണ്ട് വ്യത്യസ്തമായ ഒരു രീതി, അല്ലെങ്കിൽ എന്നിൽ എന്തുകൊണ്ടാണ് മറ്റൊരു ശുശ്രൂഷ തന്നിരിക്കുന്നത് എന്ന ചിന്താഭാരങ്ങൾ ദൈവമക്കളെ അലട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ താരതമ്യങ്ങളുണ്ട്, അവൻ്റെത് വലുതും എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ ചെറുതും. അങ്ങനെ ഒരു ചിന്താഭാരം അലട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ വലുതും ചെറുതും, അല്ലെ ശ്രേഷ്ഠവും നിസ്സാരവും എന്നിങ്ങനെയുള്ള താരതമ്യങ്ങൾ മാറിയിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു ശരീരമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴും എല്ലാം തുല്യമാണെന്ന ചിന്തയിലല്ല. വലിപ്പത്തിൽ തുല്യമാണെന്ന തെറ്റിദ്ധാരണ പാടില്ല, ധർമ്മത്തിൽ തുല്യമാണെന്ന തെറ്റിദ്ധാരണ പാടില്ല. ഒന്നെന്ന് പറയുമ്പോഴും അതിനകത്ത് വ്യത്യസ്തതകളുണ്ട്. ചിലപ്പോൾ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടാകാം, ചിലപ്പോൾ ദൗത്യത്തിൽ വ്യത്യാസമുണ്ടാകാം, ചിലപ്പോൾ ധർമ്മത്തിൽ വ്യത്യാസമുണ്ടാകാം, പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ടാകാം, അല്ലെ? ആ തിരിച്ചറിവാണ് 2-ാം ഭാഗത്ത് നൽകുന്നത്. ഡൈവേഴ്സിറ്റി, ഏകത്വം എന്ന് പറയുമ്പോൾ തന്നെ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ്. ദൈവസഭയ്ക്കകത്ത് വ്യത്യസ്തതകളുണ്ട്. ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. അതിനാണ് ഈ ഭാഗം പറഞ്ഞു തരുന്നത്. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി
വച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ വെവ്വേറെയായി ഇരിക്കുന്നതിന്റെ കാരണം ദൈവം നമ്മെ അങ്ങനെ വെച്ചതാണ്. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവൻ 1 താലന്ത്. അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. കണ്ണിന്റെ ധർമ്മമല്ല ചെവിക്കുള്ളത്, ചെവിയുടെ ധർമ്മമല്ല മൂക്കിനുള്ളത്, മൂക്കിന്റെ ധർമ്മമല്ല നാവിനുള്ളത്, നാവിന്റെ ധർമ്മമല്ല പല്ലിനുള്ളത്, പല്ലിന്റെ ധർമ്മമല്ല കൈക്കുള്ളത്, കൈയുടെ ധർമ്മമല്ല കാലിനുള്ളത്. വ്യത്യസ്തമാണ്. ഓരോന്നിന്റെയും ധർമ്മങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് സഭയ്ക്കകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം വ്യത്യസ്തമായ ശുശ്രൂഷകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യണമെന്ന് മറ്റൊരാളോട് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. അതേസമയം നമുക്ക് എല്ലാവർക്കും പൊതുവായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് താനും. 1-ാം ഭാഗം പറയുന്നത് നമ്മൾ ഒന്നാണ്, കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് വരണം, ഇതിനകത്ത് നമ്മൾ ഒരുമിച്ച് വരണം. എന്നിട്ട് ഇതിന് പുറത്ത് പോകുമ്പോൾ ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്. ഒരാൾ പ്രവാചകനായിട്ടായിരിക്കും പോകുന്നത്, വേറൊരാൾ സുവിശേഷകനായിട്ടായിരിക്കും പോകുന്നത്, വേറൊരാൾ പാസ്റ്ററായി പോകുന്നു, വേറൊരാൾ ഉപദേഷ്ടാവായി പോകുന്നു, വേറൊരാൾ സഹായിപ്പാനായിട്ട് പോകുന്നു, വേറൊരാൾ പരിപാലിക്കാനായിട്ട് പോകുന്നു, വേറൊരാൾ പാടാനായിട്ട് പോകുന്നു. വ്യത്യസ്തമാണ് ശുശ്രൂഷകളിൽ. ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാം ഒന്നാണ്. നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷയിൽ വരുമ്പോൾ, ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലതുകൊണ്ടും വ്യത്യസ്തരാണ്. ഒരു അവയവത്തിലെ വ്യത്യസ്തങ്ങളായ, ഒരു ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾ പോലെ സഭ വർത്തിക്കണമെന്ന് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. 20-ാമത്തെ വാക്യം, എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. അടുത്ത വാക്യം, കണ്ണിന് കൈയോട് ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധിക മാനം അണിയിക്കുന്നു. 25-ാമത്തെ വാക്യം, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികമാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. കണ്ടോ? ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ തമ്മിൽ ഒരുപോലെ കരുതാൻ ചിലതിനൊക്കെ ദൈവം അല്പം മാനം കൂട്ടിക്കൊടുത്തു, അല്പം സൗന്ദര്യം കൂട്ടിക്കൊടുത്തു. നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ നമ്മൾ ആരും കാണാത്ത വിലപിടിപ്പുള്ള അവയവങ്ങളുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള അവയവങ്ങൾ ശരീരത്തിനുള്ളിലുണ്ട്, അല്ലേ? പക്ഷെ ശരീരത്തിന് പുറത്തുള്ള വെച്ചല്ലേ നമ്മൾ ഈ മാനം അളക്കുന്നത്, സൗന്ദര്യം അളക്കുന്നത്. കണ്ണിന്റെ ചന്തവും, അല്ലെ, നമ്മുടെ മുഖത്തിന്റെ ഐശ്വര്യവും ഒക്കെ വെച്ച് അളക്കുമ്പോൾ ഇതിനകത്ത് ഇതൊന്നും അറിയാതെ ഇതിനേക്കാളൊക്കെ ഒരുപക്ഷെ വില കൂടിയതെന്ന് നമുക്ക് തോന്നുന്ന വൈദ്യശാസ്ത്രം വിലമതിക്കുന്ന അവയവങ്ങൾ അകത്തുണ്ട്. അപ്പൊ ചിലതിന് ദൈവം ചിലതിന് ദൈവം മാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തമ്മിൽ പിണക്കം കൂടാതെ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിന് ദൈവം നൽകിയിരിക്കുന്ന സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ ഉൾക്കൊള്ളാൻ കർത്താവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. 22-ാമത്തെ വാക്യം, ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. നമുക്ക് ചിലപ്പം തോന്നും ഇത് ബലം കുറഞ്ഞവയാണ്. ഇപ്പോൾ റോണി ബ്രദറുമായിട്ട് ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിലെ നിസ്സാരമെന്ന് നമ്മൾ തോന്നുന്ന, ഒരു കാലത്ത് നമ്മൾ മൈൻഡ് ചെയ്യാത്ത അവയവങ്ങൾക്ക് പോലുമുള്ള പ്രാധാന്യം എത്ര വലുതാണ്, അല്ലേ? അദ്ദേഹത്തിന് മസില് ഇവിടെ നിന്ന് എടുത്ത് തോളിൽ ഇവിടെ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഈ ഭാഗത്തിന് മുകളിലേക്ക്, അല്ലേ ചാ, അതല്ലേ, ഈ ഭാഗത്തിന് മുകളിലേക്ക് സ്വാധീനക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഒരു മസിൽ ഇവിടേക്ക് പിടിപ്പിച്ചപ്പോൾ ആ ഭാഗം ഓക്കെ ആയി എന്ന് പറഞ്ഞു. 100% അത് ഓക്കെ ആയി വരുന്നു എന്ന് കേൾക്കുന്നു. നമ്മൾ അറിയുന്നില്ല നമ്മുടെ ശരീരം ദൈവം എങ്ങനെയാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാത്ത അവയവങ്ങൾ പോലും ഇവിടെയുണ്ട്, പുറത്ത് കാണാൻ പറ്റുന്ന. അപ്പൊ നമ്മൾ അറിയാതെ ദൈവം നമ്മെ പരിപാലിക്കുന്നു, നമ്മെ പോറ്റുന്നു. ഈ തിരിച്ചറിവിൽ നമ്മൾ അറിയാത്ത അവയവങ്ങൾ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ബലത്തോടെ നടക്കുന്നതിന്റെ പിന്നിൽ നിസ്സാരങ്ങളെന്ന് നമ്മൾ കരുതുന്ന അവയവങ്ങൾ പോലുമുണ്ട്. ഇതാണ് ദൈവസഭയോട് പറഞ്ഞു തരുന്നത്. ഒരു ഗുണവുമില്ലെന്ന് ആരെ പറ്റിയെങ്കിലും ചിന്തയുണ്ടോ? നമ്മൾ അറിയാതെ അവർ ദൈവസഭയ്ക്ക് അനുഗ്രഹമായി മാറുന്നു. ഒന്ന് മിണ്ടാതിരിക്കുന്നത് തന്നെ അനുഗ്രഹമാണ്, അല്ലേ? ഒരു അച്ചടക്കത്തോടു കൂടി ഇരിക്കുന്നത് തന്നെ സഭയ്ക്കൊരു ഐശ്വര്യമാണ്. ചില അവയവങ്ങൾ ഒരു അനക്കവുമില്ല നമ്മളതില്, അത് തന്നെ ഒരു ഐശ്വര്യമാണ്. അത് തന്നെ നല്ല ഒരു സ്വർണ്ണ സരപ്പളി പോലെ മനോഹരമാണ്. അപ്പോൾ നോക്കുക, നമ്മൾ ചിലപ്പോൾ അറിവില്ലാതിരിക്കുന്ന, നമ്മുടെ അറിവിൽപ്പെടാത്ത അവയവങ്ങൾ പോലും ശരീരത്തിന് മാനമാണ്, അലങ്കാരമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. അവസാന ഭാഗത്തേക്ക് ഒന്ന് വരാം. 27 മുതൽ, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും
സഭയിൽ ഒന്നാമത് അപ്പസ്തലന്മാർ, ആ രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഓരോരുത്തരും നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായജീവികളുടെ വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പസ്തലന്മാരോ മതി മതി നോക്കിക്കേ. ഇവിടെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലും 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കൃപാവരങ്ങളുടെ ഏതാണ്ട് 9 എണ്ണത്തിൻ്റെ ലിസ്റ്റ് വായിച്ചു. അത് പറയാമോ? ഒന്ന് വായിക്കാമോ? ഒന്ന് ജസ്റ്റ് തരാം, അറിവായിട്ട് മനസ്സിൽ കിടക്കാൻ വേണ്ടി കൂടിയാണ്. കൃപാവരങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട കൃപാവരങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് 8 മുതലുള്ള വാക്യങ്ങൾ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, ആ വിശ്വാസം, രോഗശാന്തിയുടെ വരം, വീര്യപ്രവൃത്തികൾ, പ്രവചനം, പലവിധ ഭാഷകൾ, ഭാഷകളുടെ വ്യാഖ്യാനം. യെസ്, ഇടയ്ക്കൊരെണ്ണം വിട്ടുപോയി, ആത്മാക്കളുടെ വിവേചനം. അപ്പോൾ ഇവിടെ നമ്മൾ 9 എണ്ണമാണ് ഇവിടെ കാണുന്നത്. 12-ാം അധ്യായം ആരംഭത്തിൽ വായിക്കുമ്പോൾ ഇത്രയും വരങ്ങൾ നമ്മൾ ഇവിടെ കാണുന്നു. ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു ചെടി അല്ലെങ്കിൽ ഒരു കൃഷി നന്നായി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമുക്കറിയാം, ബന്ധപ്പെട്ട കൃഷി ചെയ്യുന്നവർക്കറിയാം അതിനെന്തൊക്കെ വളം നൽകണമെന്നത്, അല്ലേ? അത് ഏത് സമയത്താണ് നൽകണമെന്ന് നമുക്കറിയാം. വാഴക്കൃഷിയാണെങ്കിൽ അതിന് ഏത് സമയത്ത് ഏത് വളമാണ് നൽകേണ്ടത്, ഏതൊക്കെ വളം എങ്ങനെയൊക്കെ മിക്സ് ചെയ്യണം, മിക്സ് ചെയ്തിട്ട് എത്ര അളവിലാണത് കൊടുക്കേണ്ടത്, അത് എത്ര കാലാവധിക്കുള്ളിലാണ് കൊടുക്കേണ്ടത്, എത്രത്തോളം വെള്ളം ഒഴിക്കണം, പൂവൻ പഴം നൽകുന്ന വാഴയാണെങ്കിൽ അതിന് എത്ര കൊടുക്കണം, പാളയം കോഴാണെങ്കിൽ എത്ര വെള്ളം ഒഴിക്കണം, ഏത്ത വാഴയാണെങ്കിൽ എത്ര വെള്ളം ഒഴിക്കണം, അളവുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ പറ്റി നമുക്കൊരു അറിവുണ്ടാകണം. ദൈവസഭ നന്നായിട്ട് ഫലകരമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കൃപാവരങ്ങൾ ഉണ്ടാകണം. ഒരു ഏത്തവാഴ നട്ടുപിടിപ്പിച്ചു, നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള ഒരു ഏത്തക്കുല ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട വളങ്ങൾ കൃത്യമായിട്ടും ചെയ്യുന്നത് പോലെ, വെള്ളം കൃത്യസമയത്ത് ഒഴിക്കുന്നത് പോലെ, ആവശ്യമായ തണൽ നൽകുന്നത് പോലെ, പരിപാലിക്കുന്നത് പോലെ, ഇത്രയും കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവസഭയായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കൃപാവരങ്ങളെ വാഞ്ചിപ്പീൻ, പ്രവചനവരം വാഞ്ചിപ്പീൻ, കൃപാവരങ്ങളെ ദൈവസഭ ആഗ്രഹിക്കണമെന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഈ കൃപാവരങ്ങൾ സഭയ്ക്കകത്തുണ്ടാകണം. ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും വിശ്വാസവും വീര്യപ്രവൃത്തിയും ആത്മാക്കളുടെ വിവേചനവും ഭാഷകളുടെ വരവും വിവിധ ഭാഷകളുടെ വരവും അന്യഭാഷയും എല്ലാം ദൈവസഭയ്ക്കകത്തുണ്ടായാൽ മാത്രമേ കർത്താവ് ഇച്ഛിക്കുന്ന പോലെ ഒരു ഫലകരമായ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് ഒരാൾക്ക് ഒരു പ്രവചനവരം കിട്ടിയെന്നിരുന്നോട്ടെ, പ്രവചനവരം അത് കിട്ടിയാൽ ഒരു 2-3 പ്രവചനം സഭയ്ക്കകത്ത് നടക്കും. അത് ഫലിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സഭയ്ക്കകത്ത് കാണത്തില്ല. സഭയ്ക്കകത്തുണ്ടാവണം പ്രവചനം, സഭയ്ക്കകത്തുണ്ടാകണം രോഗശാന്തിയുടെ വരമുള്ളവൻ, സഭയ്ക്കകത്തുണ്ടാകണം വീര്യപ്രവൃത്തി ചെയ്യുന്നവൻ, സഭയ്ക്കകത്ത് ജ്ഞാനത്തിന്റെ വചനം വേണം, സഭയ്ക്കകത്ത് പരിജ്ഞാനത്തിന്റെ വചനം വേണം, സഭയ്ക്കകത്ത് വിശ്വാസത്തിന്റെ വരം വേണം, സഭയ്ക്കകത്ത് വീര്യപ്രവൃത്തികൾ വേണം. ഇപ്പോഴത്തെ പ്രശ്നം കിട്ടുന്നവൻ അതും കൊണ്ടങ്ങ് പോവുക, ഒറ്റ പോക്ക, പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് കൃപാവരങ്ങളുള്ളവർ ഇല്ലാത്തതിന്റെ കാരണം. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെന്തായി മാറുകയാണ്? ധന സമ്പാദന മാർഗമായി മാറുകയാണ്. ബന്ധങ്ങൾ പോലും മറക്കുന്നു, ആത്മീക സമൂഹത്തെ പോലും മറക്കുന്നു. അപ്പോൾ കൃപാവരങ്ങൾ പണമുണ്ടാക്കാനുള്ള മാർഗമല്ല, ധനസമ്പാദനത്തിനുള്ള മാർഗമല്ല, സഭയുടെ വളർച്ചയ്ക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഫലകരമായി സഭ വളരാനാണ് കൃപാവരങ്ങൾ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ശുശ്രൂഷകന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, ശുശ്രൂഷ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എന്താ മീൻ ചെയ്യുന്ന പറയാൻ മനസ്സിലായോ? ശുശ്രൂഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഭൗതികമാണ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശുശ്രൂഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകും. ഭൗതികമാണ് അതിനകത്ത് മീൻ ചെയ്യുന്നത്. ആ അവസ്ഥയിലേക്ക് തരം താണു. കൺവെൻഷന് ഒരു പ്രസംഗനെ വിളിച്ചാൽ 5000 രൂപ ഇല്ലെങ്കിൽ വിളിക്കണ്ട, ഞാൻ വരത്തില്ല. 5000 രൂപയാണ് എൻ്റെ റേറ്റ്. 5000 രൂപ എന്ന് പറഞ്ഞാൽ ചോട്ടാ പ്രസംഗൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത് കേട്ടോ, വലിയ ആളുകളുടെ അല്ല. അതൊക്കെ 25,000 1 ലക്ഷവും വലിയ സംഭവങ്ങളാണ്.
നമ്മൾ പറയല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വരുന്നത് ചോട്ട എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഈ 5000 ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഗേഹസിയുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് പറഞ്ഞതാണ്. 5000 രൂപ വാങ്ങുന്നതില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. ഞാൻ അബ്രഹാമിന്റെ മകനാന്ന് പറയണ്ട, അബ്രഹാമിന് എങ്ങനെ മകനുണ്ടായെന്ന് ദൈവത്തിന് അറിയാം അല്ലേ? ആ ദൈവത്തോടാ പറഞ്ഞത്, ഞാൻ അബ്രഹാമിന്റെ അവിടെ പറയാ, നീ അവിടെ ഇരിക്കേ, അബ്രഹാമിന് എങ്ങനെ മകനുണ്ടായെന്ന് എനിക്കറിയാം. 100ാമത്തെ വയസ്സിൽ ഞാൻ നൽകിയിട്ടാ അബ്രഹാമിന് മകനുണ്ടായത്, അല്ലെങ്കിൽ നീ എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ ദൈവത്തോടാ പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, കൃപാവരങ്ങൾ നമ്മുടെ സ്വാർത്ഥതയ്ക്കും നമ്മുടെ ധനസമ്പാദന മാർഗത്തിനുള്ളതല്ല. ആ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. ശരീരത്തെക്കുറിച്ചുള്ള അറിവ്. കൊരിന്ത്യ സഭയ്ക്ക് പറ്റിയ അബദ്ധം ഇതാണ്. അവർക്ക് കൃപാവരങ്ങൾ കൊടുത്തപ്പോൾ അവർക്ക് കിട്ടിയ കൃപാവരങ്ങൾ ഈ ചന്തസ്ഥലത്ത് പിള്ളേർക്ക് കളിപ്പാട്ടം കിട്ടിയതുപോലെയായിരുന്നു അവർ കൃപാവരങ്ങൾ ഉപയോഗിച്ചത്. കുട്ടികൾ കളിപ്പാട്ടം കിട്ടിയപ്പോൾ എങ്ങനെ ഉപയോഗിച്ചോ ആ രീതിയായിരുന്നു കൊരിന്ത്യ സഭയ്ക്ക് കിട്ടിയ കൃപാവരങ്ങൾ അവർ ഉപയോഗിച്ചു. അതിനാണ് പറഞ്ഞു വരുന്നത്, വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. അപ്പോൾ അവർ ചിലതിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ചെറിയ വരമാണ്, ഇത് വലിയ വരമാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന വലിയ വരമാണ്, മറ്റത് ചെറിയ വരം. അങ്ങനെ താരതമ്യം ചെയ്ത് പരസ്പരം അടിയുണ്ടാക്കാനല്ല. എൻ്റെ അപ്പം പോലീസാണ് അല്ലേ എന്ന് പറയുന്ന പോലെ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ? അപ്പൊ ഈ തരത്തിലുള്ള പക്വതയാണ് ഇവിടെ കണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ പക്വതയുള്ളവൻ. കൊച്ചുകുട്ടികൾ കളിപ്പാട്ടം ഉപയോഗിക്കുന്ന പോലെ അല്ല കൃപാവരം ഉപയോഗിക്കേണ്ടത്. പക്വതയുള്ളവൻ കൃപാവരം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? മുതിർന്ന ആളുകൾ ഏറ്റവും വിലപിടിപ്പുള്ള ടൂൾസുകൾ ഉപയോഗിച്ച് വലിയ വലിയ മെഷീനുകൾ കൈകാര്യം ചെയ്യുന്ന പോലെ, വലിയ വലിയ സംവിധാനങ്ങളുടെ കുറവുകൾ വലിയ പ്രത്യേക ടൂൾസുകൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന പോലെ ആകണം പക്വതയുള്ളവൻ. വലിയ വലിയ ഉന്നത ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾ, നല്ല ടെക്നിക്കൽ ഓഫീസേഴ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അവരുടെ കഴിവുകൾ, അവിടെ കൈയിരിക്കുന്ന ടൂൾസുകൾ ഉപയോഗിച്ച് അവർ വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. അപ്പൊ ദൈവസഭയുടെ നന്മയ്ക്കും ദൈവസഭയുടെ പ്രയോജനത്തിനും വേണ്ടി ആകണം കൃപാവരങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഞാൻ ആരാ നീ ആരാന്ന് ചോദിക്കാനല്ല. നിന്റെ കൃപാവരം ചെറുതും എന്റേത് വലുതും എന്ന് പറയാനുള്ള ഒരു പിണക്കത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് 13ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ചിന്ത വാക്കുകളുടെ ഉപസംഹരിക്കുകയാണ്. അതിശ്രേഷ്ഠമായൊരു വരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് പറഞ്ഞാണ് 12ാം അധ്യായം അവസാനിക്കുന്നത് അല്ലേ? ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കൃപാവരങ്ങളുടെ ലിസ്റ്റ് എണ്ണിയെടുത്ത ഒരു 19 എണ്ണം കാണുമായിരിക്കും. 9 എണ്ണം ആദ്യത്തെ ലിസ്റ്റിലുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഇങ്ങോട്ട് ഈ അധ്യായം അവസാനിക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാരുടെ കാര്യം കൃപാവരമായിട്ടാണ് പറയുന്നത്. അപ്പോസ്തലൻ, പ്രവാചകൻ, ഉപദേഷ്ടാവ് കൃപാവരമായിട്ടാണ് പറയുന്നത്. പിന്നെ അത് കൂടാതെ മുകളിലേക്ക് നമ്മൾ വരുമ്പോൾ സഹായം ചെയ്യാനുള്ള വരമുണ്ട്, പരിപാലന വരമുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ആദ്യം പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ ഏതാണ്ട് ഒരു 19 വരങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. അവിടെ കൊണ്ടൊന്നും പൗലോസ് അപ്പോസ്തലൻ വരങ്ങളെ ലിമിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ദൈവം ഇഷ്ടംപോലെ വരങ്ങൾ കർത്താവ് സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ വരങ്ങളെ ഒന്നെങ്കിലും എനിക്കുണ്ടാകണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കണം ദൈവത്തോട്. ഒരു വരവും ഇല്ലാത്തവരാരും ഇല്ല, പക്ഷെ അത് വെളിപ്പെടുത്തി കിട്ടണം. ഒരു വരവും ഇല്ലാതെ ദൈവം ആരെയും ആക്കി വെച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ദൈവസഭയുടെ വളർച്ചയ്ക്ക് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വരം ഏതാണ്? അത് ഞാൻ കണ്ടെത്തണം, ഞാനത് വിനിയോഗിക്കണം. ഒരു കാലത്ത് സുവിശേഷകർ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് സുവിശേഷകർ. ഇവിടെ സഭകൾ വളർന്നതെല്ലാം ആ ദൈവമക്കൾ വാസ്തവത്തിൽ സഭയ്ക്ക് പുറത്തിറങ്ങി പ്രവർത്തിച്ചിട്ടാണ്. നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, പ്രസവിക്കുന്നത് ഇടയനാണോ ആടുകളാണോ? ആടുകളാണ് പ്രസവിക്കുന്നത്. ഇന്നത്തെ പ്രശ്നം ഇടയൻ പ്രസവിക്കണമെന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് ആളുകൾ എത്തിയിട്ടുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ സഭാംഗങ്ങൾ സുവിശേഷീകരണത്തിൽ ഒരുപാട് പിന്നിലായി. ഒരു കാലത്ത് നിങ്ങൾക്കറിയാം, ഇവിടെ നമ്മുടെ പഴയ സഭകൾ, ഏത് സഭകൾ എനിക്ക് തോന്നുന്നു പള്ളിക്കര സഭ എടുത്തു നോക്കിയാലും സഭാ വളർച്ചയുടെ പിന്നിൽ വിശ്വാസികളുടെ നല്ലൊരു പങ്കുണ്ട്. അവർ സുവിശേഷവേല ചെയ്തതിൻ്റെ ഒരു പങ്കുണ്ട്. സഭയിലെ ശുശ്രൂഷകരോട് ചേർന്ന് ശുശ്രൂഷകരായി തന്നെ നിന്ന ദൈവമക്കളെ കൊണ്ടാണ് ഓരോ സഭയും ഇവിടെ വളർന്നിട്ടുള്ളത്. ഇന്നിപ്പം നമ്മൾക്കറിയാം, ഒരു സൂപ്പർ സ്റ്റാർസ് പോലെയൊക്കെ നടക്കുന്ന ഒരു ശുശ്രൂഷയുടെ രീതി നമുക്കറിയാം. അത് വേറെ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ദൈവമക്കളുടെ പങ്കാളിത്തമാണ് സഭയുടെ വളർച്ചയ്ക്ക് ബലമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, എനിക്ക് എന്ത് വരമാ കർത്താവ് എവിടെ നൽകിയിരിക്കുന്നത്? ആ വരം കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഇത്രയും
12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 13-ാം അധ്യായത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ മെച്യൂരിറ്റിയാണ്. യൂണിറ്റി, ഡൈവേഴ്സിറ്റി ആൻഡ് മെച്യൂരിറ്റി. 12, 13 അധ്യായങ്ങളിലെ 3 പ്രധാനപ്പെട്ട ചിന്തകളാണ്. ആദ്യത്തെ ഭാഗം യൂണിറ്റി, ഐക്യതയെ പറ്റി പറഞ്ഞു, ഏകത്വത്തെ പറ്റി പറഞ്ഞു, ഒന്നാണ് നമ്മളെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം പറഞ്ഞു നമ്മൾ ഒന്നാണെങ്കിലും നമുക്ക് ഒരുപാട് വ്യത്യസ്തതകളുണ്ട്, ഈ വ്യത്യസ്തതകളാണ് നമ്മെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. മൂന്നാമത്തെ ചിന്ത മെച്യൂരിറ്റി എന്ന് പറയുന്നത് 13-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞുകൊണ്ട് പറയുന്നു, സ്നേഹം എന്ന മെച്യൂരിറ്റി നമ്മൾ വരുമ്പോഴാണ് കൃപാവരങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ദൈവം അനുവദിച്ചാൽ അടുത്ത സന്ദർഭത്തിൽ നമുക്ക് ആ ഭാഗങ്ങൾ ചിന്തിക്കാം. ഞാൻ വിട്ടുപോയ പല ഭാഗങ്ങളും അതും കൂടി ചേർത്ത് നമുക്ക് ഒരുമിച്ച് ആ ഭാഗങ്ങൾ ചിന്തിക്കാം. ഇന്ന് ഈ